പൊന്നാനി താലൂക്കിൽ പഴകിയ മത്സ്യവില്പനക്കെതിരെ നടപടി സ്വീകരിക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനം. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പൊന്നാനി താലൂക്കിലെ വിവിധ മത്സ്യമാർക്കറ്റുകളിൽ പഴകിയ മത്സ്യവില്പന സജീവമായിട്ടും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന ഇല്ലാത്തതിനെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. ഇത്തരം കേന്ദ്രങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്തണമെന്നും ലൈസൻസ് ഇല്ലാത്തവരും നിയമാനുസൃത മത്സ്യവിപണനം നടത്തുന്നുവെന്നും യോഗത്തിൽ പരാതി ഉയർന്നു. ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സംയുക്തമായി പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശിച്ചു. വരുമ്പോൾ ഈ ഏറ്റവും മോശപ്പെട്ട മത്സ്യം ഈ ഒരു പാവങ്ങൾ സാധാരണക്കാർക്ക് വാങ്ങിക്കൊണ്ട് പോകാം. കാരണം അവർക്ക് വേറെ മീൻ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പരാതി നമ്മുടെ താലൂക്കിൽ നിന്ന് പല ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടവണ്ണത്തെ രാജ്യം പറഞ്ഞ് കരിമൂന്ന് വന്നിട്ടുണ്ട്, ചങ്ങരകുളത്ത് വന്നിട്ടുണ്ട്, അരിപ്പറമ്പിൽ വന്നിട്ടുണ്ട്, പൊന്നാനിന്ന് വന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ എന്നുമല്ല ഞാൻ പറയുന്നത്, ചില ദിവസങ്ങളിൽ വരുന്ന വളരെ മോശപ്പെട്ട മത്സ്യം വിൽപ്പന നടത്തുന്നുണ്ട്. പഴകിയ മത്സ്യം കിട്ടുന്നുണ്ട്. കടലൂരിൽ പിന്നെ അതുപോലെ തന്നെ മംഗലാപുരത്ത് ഗുജറാത്തിൽ നടക്കം മത്സ്യം വരുന്നുണ്ട്. പൊന്നാനി ഗുജറാത്തിൽ നടക്കം വരുന്നുണ്ട്. ഇത്രയും പഴയുള്ള മത്സ്യങ്ങളൊക്കെ ഇവിടെ വിൽപ്പന നടത്തുമ്പോൾ ഇടയ്ക്ക് പിടിച്ചിട്ട് കുറച്ച് കടുത്ത രൂപത്തിലേക്ക് ഫൈനോ മറ്റു രൂപത്തിലേക്കോ നടപടി സ്വീകരിക്കണം. എരമംഗലത്ത് ഒരു മത്സ്യ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഈ പഴകിയ മത്സ്യം വിൽക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെക്ക് ചെയ്യാൻ കാരണം എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ടതാണ്. വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനെ ചുമതലപ്പെടുത്തി. എരമംഗലത്ത് നിന്നും ചേരിക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന കൊളാടി ബാലകൃഷ്ണൻ റോഡിന്റെ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുകയാണെന്ന് പരാതി ഉയർന്നു. റോഡ് പുനർനിർമ്മാണത്തിനായി MLA ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ വകയിരുത്തിയിട്ടും റോഡ് പണി ആരംഭിക്കാൻ വൈകുന്നതിൽ MLA ഉദ്യോഗസ്ഥരെ ശാസിച്ചു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് MLA ആവശ്യപ്പെട്ടു. പൊന്നാനി മുൻസിഫ് കോടതി കെട്ടിടത്തോട് ചേർന്ന് മീഡിയേഷൻ റൂം അനുവദിക്കണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. ഈ ആവശ്യം പലതവണ താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിക്കപ്പെട്ടെങ്കിലും ഇതുവരെയും മീഡിയേഷൻ റൂം അനുവദിക്കപ്പെട്ടിട്ടില്ല. തിരൂർ കോടതിക്ക് കീഴിൽ വരുന്ന ട്രെയിൻഡ് മീഡിയേറ്റേഴ്സിന്റെ സഹായത്തിലാണ് കേസുകൾ തീർപ്പാക്കൽ പരിഗണിക്കുന്നത്. ഇതിനായി അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തെരുവുനായ പ്രശ്നം പല വികസന സമിതികളിലും ഉന്നയിച്ചെങ്കിലും ശാശ്വതമായ പ്രശ്നപരിഹാരം ഇപ്പോഴും നടപ്പിലായിട്ടില്ലെന്ന് യോഗം വിലയിരുത്തി.